Are you excited? Yes, very much. Yes, I'm not favorite to go home. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂങ്ങി. ഒരു ദിവസം ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. ചായയിലും മധുരമുണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ എത്തി. ഹലോ ഗായ്സ്, വി ആർ ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. എന്താന്നല്ലേ, ഞങ്ങള് നാട്ടിലേക്ക് വരികയാണ് ഫോർ അവർ വെക്കേഷൻ. 2 വർഷത്തിന് ശേഷം 3.5 വർഷത്തിന് ശേഷം. Are you excited? Yes, very much. സെയിം ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കേ. എനിക്ക് എന്താ മനസ്സിൽ ഫീൽ ചെയ്യണമെന്ന് അറിയോ? എന്താ? ഒരു പാട്ടാണ്. എന്താ പാട്ട്? സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂങ്ങി. അതെ, എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. അതെ, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിരുന്നതാണ് ബൈ എഡിറ്റർ, വീഡിയോഗ്രാഫർ, ഡയറക്ടർ എല്ലാമായ ഞാൻ. ശിവനേ. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ എല്ലാരെയും നാട്ടിൽ വെച്ച് പാക്കലാം. അപ്പൊ ഞങ്ങള് എഡിൻബർഗിൽ നിന്നാണ് ദോഹ വഴി കൊച്ചിയിലേക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഞങ്ങളുടെ റിലേറ്റീവിന്റെ ഏട്ടന്റെ വീട്ടിലാണ് നിന്ന്. അപ്പൊ അവിടുന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് അവരുടെ അടുത്ത് കുറെ ടൈം സ്പെൻഡ് ചെയ്ത് അവരാണ് നമ്മൾ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയത്. ആ വീഡിയോസ് ഒക്കെ ഇടയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ ഐശ്വര്യമായിട്ട് തന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് കേട്ടോ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയത്. ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾക്ക് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന്. എൻ്റെ വീട് സ്റ്റേർലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ, സ്കോട്ട്ലാൻഡിൽ. അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ മലനിരകളൊക്കെ നോക്കി എന്തൊരു ഭംഗിയല്ലേ, ഭയങ്കര മെസ്മറൈസിങ് വ്യൂ ആണ് കേട്ടോ. നന്നായി ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകേണ്ടതെന്ന്. ഫസ്റ്റ് തിങ് നാട്ടിലേക്ക് പോകുന്ന എക്സൈറ്റ്മെന്റ് അനുവിന്റെ മുഖത്ത് തന്നെ കാണാമല്ലോ. പ്ലസ് ആ ബ്യൂട്ടിയും എല്ലാം നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു ആ സന്തോഷം കാരണം. ഞങ്ങൾ എത്താറായി, ഒരു 5 മിനിറ്റ് ഡ്രൈവും കൂടി അവിടേക്ക് ഉണ്ടാകുന്നുള്ളൂ. അവര് നമുക്ക് അന്ന് നല്ല അടിപൊളി ഡിന്നറൊക്കെ ആണ് കേട്ടോ തന്നെ. എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്, ട്രാവൽ ഡേ ഏർലി മോർണിംഗ് ആണ്. ഞങ്ങളപ്പോൾ എല്ലാം റെഡി ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് ചെക്കൊക്കെ നടത്തുമായിരുന്നു. അനുഭവം അല്ലേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അനുഭവം മാത്രമല്ല കേട്ടോ, ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ അന്നത് മേക്കപ്പ് ഒക്കെ റെഡി ആവുന്നതൊക്കെ നോക്കുകയാണ്. രാവിലെ സമയം 4 മണി 4:30 ടൈമാണ് കേട്ടോ. അവിടെ വെളിച്ചൊക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ. ഒരു 5 മണി ആകുമ്പോഴേക്കും നല്ല സൂര്യപ്രകാശം വരും. കാരണം ഡേ ടൈം കൂടുതലാണല്ലോ ഇപ്പോൾ UK സമ്മർ ആയതുകൊണ്ട്. നമ്മളിങ്ങനെ എല്ലാം റെഡിയായി ഒക്കെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അനീഷേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചേച്ചീനോടും കുട്ടികളോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഏട്ടൻ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. യെസ്, ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങളിതേ ഡിപ്പാർച്ചറിക്ക് മൂവ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് വെയിറ്റിന്റെ കാര്യത്തിൽ ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് പറ്റി ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് 7 കിലോളം അവിടെ കളയേണ്ടി വന്നു. ആ ഒരു കുഞ്ഞ് സങ്കടത്തോടെ ഞങ്ങളിതേ സെക്യൂരിറ്റി ക്ലിയറൻസിന് പോയായിരുന്നു. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഗേറ്റ് തപ്പി പോവാണ്. ചെറിയ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ പോലെ എല്ലാ കടയിലും കയറി ഇറങ്ങി ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റ് കണ്ടുപിടിച്ചു. ഗേറ്റ് 19 ആയിരുന്നു. അവിടെ പോയി ഇപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളിപ്പോ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ബോർഡിങ്ങിന് 7 മണിക്ക് ബോർഡ് ചെയ്യേണ്ടതാണ്, ലേറ്റ് ആണ്, എന്താണെന്നറിയില്ല. ബോർഡ് ഞാൻ വിളിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ബോർഡ് ചെയ്തിട്ട് ഇനി ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് എടുക്കാം. ബോർഡിങ്ങിന് കുറച്ച് ടൈം എടുത്തു, കാരണം ഭയങ്കര തിരക്കായിരുന്നു.
അത് മാത്രമല്ല സോൺ വെച്ചിട്ടാണല്ലോ നമ്മളെ കയറ്റാം. അപ്പോൾ സോൺ എനെ ഞങ്ങൾ സോൺ എ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ലാസ്റ്റ് ആണ്, ഫ്രണ്ട് റോ ആയതുകൊണ്ട് ലാസ്റ്റ് ആണ് കയറ്റിയത്. നമ്മുടെ സീറ്റ് 35 ആണ്. നല്ല സീറ്റാണ് കേട്ടോ, നല്ല നല്ല ലുക്ക് ഉണ്ട്, ക്വാളിറ്റി നന്നായിരിക്കും തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റിലെല്ലാം സെറ്റപ്പ് ചെയ്തിരുന്നു. എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല ടേക്ക് ഓഫ് ചെയ്യാൻ. എന്തായാലും എല്ലാവരും കയറി തോന്നുന്നു. ഒരു 5-10 മിനിറ്റിൽ ടേക്ക് ഓഫ് ചെയ്യണ്ടാവില്ല. നല്ല ഫ്ലൈറ്റ് ആണ്, നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതേപോലെ മാത്രമല്ല ബാക്കിൽ നമുക്ക് ചാരി ഇരിക്കാൻ തലോണ വെച്ചിട്ടുണ്ട്, ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെഡ്സെറ്റ് ഒക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതാണ് കേട്ടോ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ ഉണ്ട്. അനൂപിനാണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് അല്ലേ. പിന്നെ എന്റർടൈൻമെന്റ് ലോഡാവുന്നുള്ളൂ, എന്റെ ലോഡാവുന്നുള്ളൂ. അനൂപിൽ ഖത്തർ എയർവേസ് ഒക്കെ എഴുതി കാണിക്കുന്നതായി. എന്റെ വർക്ക് ചെയ്യോ? അയ്യോ, വർക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, മിനി സ്ക്രീൻ. ഓ നൈസ്. അപ്പോൾ ഏതൊക്കെ സിനിമ ഉണ്ടോ ആവോ, നമ്മളൊന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറച്ച് സോങ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം 7 hour ഫ്ലൈറ്റ് ആണ്. 7 hour ഇരിക്കുക എന്ന് പറഞ്ഞൊരു ചടപ്പല്ലേ. It is high as 39,000 people, expecting generally good weather conditions en route with occasional light bumps from time to time. Please ensure you have your seatbelts fastened at all times, even if we switch the seatbelt sign off. We'll be speaking to you again just prior to you soon to give you an update on arrival time and weather in Doha. Have a pleasant stay on board. ഖത്തർ എയർവേസ് ഞങ്ങൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം ലേറ്റ് ആക്കുന്നുണ്ട്, നമ്മളെ ഓടിയാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ പല പല ഗുണങ്ങളാണ്. പിന്നെ ഓൺ ടൈമിന് വണ്ടി എടുക്കുന്നില്ല, 8 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ്. ഒക്കെ ഉണ്ടായിട്ടേ ഉള്ളൂ. പക്ഷെ എന്തായാലും അക്കോർഡിംഗ് ടു ഹിസ്റ്ററി ഓഫ് ദ ഫ്ലൈറ്റ് എപ്പോഴും ഒരു 30 to 40 minutes ലേറ്റ് ആയിട്ടാണ് ടേക്ക് ഓഫ്, 1.5 hours ലേറ്റ് ആയിട്ടാണ് ലാൻഡിങ്. എനിക്ക് എയർ ഹോസ്റ്റസിനെ ഭയങ്കര ഇഷ്ടമായി, സീറ്റ് ക്വാളിറ്റി ഇഷ്ടമായി. അതേപോലെ ബിസിനസ് ക്ലാസ് ഒക്കെ അടിപൊളി. ഒരു ദിവസം ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ട്രാവൽ ചെയ്ത് നോക്കാം. ശരിയാ, ഇപ്പൊ ആലോചിക്കുമ്പോ എല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ഫ്ലൈറ്റിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. എമിറേറ്റ്സിന് പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. എമിറേറ്റ്സ് എല്ലാം പക്കായിരുന്നു, കറക്റ്റ് ടൈം ആയിരുന്നു. ഇത് ശരിയാ, കുറച്ച് ഡിലേ ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ ഇങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് പ്രോസ് ആൻഡ് കോൺസ് എടുത്തിട്ട് വേണം നമ്മളൊരു ആരെയാണെങ്കിലും ജഡ്ജ് ചെയ്യാൻ, അല്ലേ? അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഡിലേ ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റിന്റെ ഇതൊക്കെ ചിലപ്പോൾ അവർ ആ ഡിലേ ഫ്ലൈറ്റിന്റെ ഇതില് ജേർണിയില് കോമ്പൻസേറ്റ് ചെയ്യണ്ടാവും. താങ്ക് യു. റിഫ്രഷ്മെന്റ് ടവലാണേ, കണ്ട ഇപ്പൊ ജഡ്ജ് ചെയ്തിട്ടുണ്ടായി. ഇതെല്ലാം വിസ്താരയിലേക്ക് ഇതിനെക്കാളും അടിപൊളി വെൽക്കം, ഇതിനെക്കാളും നല്ല ഫ്ലൈറ്റ്, ഇതിനെക്കാളും നല്ല ടൈമിംഗ് ആയിരുന്നു. ആള് ഭയങ്കര കലിപ്പിലാണ്. എന്തായാലും നമുക്ക് ഫ്ലൈറ്റ് ജേർണി നോക്കി നോക്കാം. ഇതാണ് നമ്മൾ വരാൻ പോകുന്ന ഫ്ലൈറ്റ്. അതിന്റെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് മോണിറ്ററിൽ തന്നെ കാണാം. ഇതാണ് ട്രാക്ക്. ഓക്കെ, താഴേക്കുള്ള ക്യാമറയാണ്. ബാക്കിയൊന്നും മാറുന്നില്ല. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ഡയറക്റ്റ് ക്യാമറ ത്രൂ കാണുക എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും വിൻഡോ സീറ്റ് തന്നെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ഇങ്ങനെ വീഡിയോ ആയിട്ട് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ഷൻസും ക്യാമറ വഴിയാണ് അവരൊരു വീഡിയോ രൂപത്തിലാണ് കാണിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഫിലിം കാണുമായിരുന്നു. അനൂപ് നല്ല ഉറക്കമായിരുന്നു.
ഞാൻ കണ്ടത് ലാസ്റ്റ് സെലക്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് കണ്ടത് ഇൻറ്റർസ്റ്റെല്ലർ ആണ്. അത് കൂടാണ്ട് ക്രേസി റിച്ച് ലവ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് നേരത്തെ തന്നെ വന്നു. ഒരു കാര്യം പറയേണ്ട തന്നെയാണ് കേട്ടോ. ഫുഡ് നമുക്ക് ഒരു നേരത്തെ ഫുഡേ കിട്ടിയുള്ളൂ. ബാക്കി അവർ ലഞ്ച് ഒപ്പിക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒരു കുഞ്ഞൊരു സാൻഡ്വിച്ച് തന്ന് ഒപ്പിച്ചു. അപ്പോൾ ആ സർവീസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ബ്രഞ്ചായി വന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അത്ര വിശന്നില്ല. ബട്ട് അത് ഇത്രയും ലോങ് ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പിശുക്ക് കാണിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതും ചെറിയൊരു സാൻഡ്വിച്ചായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കാപ്പി വേണോ ജ്യൂസൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അനുവ് പറഞ്ഞ തന്നെ സത്യം എന്ന് എനിക്കും തോന്നി. നല്ല വിശന്നിരുന്ന സമയത്താണ് ബ്രഞ്ച് വന്നത്. അതുകൊണ്ട് നന്നായി നല്ല രീതിയിൽ തന്നെ തട്ടി എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടാണ് കഴിച്ചത്. ഞാൻ മിഡിൽ സീറ്റിലും അനൂപ് അയൽ സീറ്റുമായിരുന്നു. അതുകൊണ്ട് വിൻഡോ സീറ്റിലും വേറെ ആളുണ്ടായിരുന്നു. അതും ബ്രിട്ടീഷ് ചേച്ചിയായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നും നമുക്ക് വിസ്തരിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. കുഞ്ഞു സ്ഥലമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കണ്ട ക്രേസി റിച്ച് ഏഷ്യൻ ലവ് അങ്ങനെ എന്താണ് പടത്തിൻ്റെ പേര്. ഞാൻ രണ്ടാമത്തെ തൊട്ടോ കാണുന്നത്. ഇതാണ് വന്ന സ്നാക്സ് കണ്ടില്ലേ, അത്രേ ഉള്ളൂ. ഇതാണ് ഇത്ര ലഞ്ച്. ഇത് കണ്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഇത് ഒരു പിശുക്കിയതാണെന്ന്? അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നീടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ ദോഹയിൽ നിന്നുള്ള ഫ്ലൈറ്റ് കയറിയത് കേട്ടോ. അവിടെ ദോഹ എന്ന് പറയുന്നത് വലിയ എയർപോർട്ടാണ്. കണക്ഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഗേറ്റൊക്കെ. അങ്ങനെ ഞങ്ങളിതേ സക്സസ്ഫുള്ളി ലാൻഡഡ് ഇൻ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ. ഏകദേശം ഒരു 2 മണിയോടെ വരെയാണ് ലാൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു 2:45 3 മണിയാകുമ്പോൾ പുറത്തിറങ്ങി. ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കാറിൽ യാത്രയായി. എൻ്റെ വീട്ടിലാട്ടോ ഫസ്റ്റ് പോകുന്നത്. അവിടെ അച്ഛനും അമ്മയും അനിയനും എൻ്റെ മാമയുടെ മകൻ ശ്രവണും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ 5 മണിക്കാണ് അവിടെ എത്തിയത്. കണ്ടില്ലേ ദീപ് ഉറക്കം നോക്കിയിരിക്കണേ. അമ്മ ഞങ്ങൾ എത്തി ഉടനെ ചായ വെക്കണേ. ചായയില് മധുരമുണ്ട്. പിന്നെ ഞങ്ങൾക്കെന്താ ഷുഗർ ഉണ്ട്. ഇതാണ് ശ്രാവണൻ്റെ മാമയുടെ മകൻ. ഞങ്ങളുടെ മാമയുടെ വീട് തൊട്ടടുത്താണ്. അമ്മായി അവിടെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ തിരുവിലാവിലെ എത്തിയിരിക്കുകയാണ്. തിരുവിലാവിലായിട്ടാണ് പിന്നെ ഇവിടെ ഭയങ്കരമാണ്. വെയിറ്റ് താങ്ങാണ്ട് പിന്നെ എന്തോ ഞങ്ങളെ ചീത്ത അറിയാണ് കേട്ടോ. ഇതാണ് അനുപിൻ്റെ വീട്. അമ്മേൻ്റെ അച്ഛനും വെയിറ്റ് ചെയ്തിട്ടിരിക്കണത്. ഞങ്ങളെത്തി. അച്ഛനോ എത്തി കഴിഞ്ഞാൽ ഞങ്ങളൊരു ചായയും ബിരിയാണിയും കഴിച്ചു കേട്ടോ. അതിന് പുറമെ അന്നത്തെ ഡേ ഫുള്ള് ഫുഡ് കഴിക്കലായിരുന്നു. അൽഫാമും അങ്ങനെ സ്പെഷ്യൽ റൈസസും അന്നത്തെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള റൈസസും എല്ലാം കഴിച്ചു. കൂടാതെ എൻ്റെ ഫ്രണ്ട് നയനയുടെ വീട്ടിൽ പോയി അവളെ ഞങ്ങൾക്ക് കാർ തന്നായിരുന്നു നാട്ടിൽ ഓടിക്കാൻ. പിന്നെ ഞങ്ങൾ കുഞ്ഞുമണീനെയും നവീൻ്റെ ഫാമിലീനെയൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കണ്ട് നല്ല ഭക്ഷണം കഴിച്ച് കുറേ സംസാരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ആ ദിവസം അവസാനിപ്പിച്ചത് കേട്ടോ. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാട്ടിൽ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്ന് അവരുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.